നമസ്കാരം. വനിതാ രത്നങ്ങളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച അവരുടെ സ്വന്തം വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. നമ്മുടെ കൂടെ അടിപൊളിയായിട്ട് നമ്മുടെ ഈ എപ്പിസോഡുകൾ ആഘോഷമാക്കാൻ നവാസിക്കയും രഹന ചേച്ചിയും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അവർ രണ്ടുപേരെയും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നവാസിക്കാൻ രഹന ചേച്ചി രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സിനിമ എന്ന് പറയുന്ന ഈ കല അല്ലെങ്കിൽ അത് മിസ് ചെയ്യുന്നുണ്ടോ എപ്പോഴെങ്കിലും? അഭിനയിക്കണം ഇനി അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞാൻ ഡാൻസ് ചെയ്യും. അപ്പോൾ വീട്ടിൽ എൻ്റെ ഉപ്പ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്, നല്ല പെർഫോമറാണ്. അപ്പോൾ നന്നായി സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ സെൻഡിയൊക്കെ നന്നായി മെയിൻ ചെയ്യുന്നത് ഉപ്പയാണ്. അപ്പോൾ അത് കണ്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ എനിക്ക് ചെയ്യണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉപ്പാടുത്ത് ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു 6th-ലോ 7th-ലൊക്കെ വെച്ചിട്ട് ഞാൻ ഉപ്പാടുത്ത് പറഞ്ഞു എനിക്ക് പെർഫോം ചെയ്യണം ഡ്രാമയിൽ. ഒന്നും പറഞ്ഞില്ല, എന്നെ ഒരു നോട്ടം നോക്കി. എന്നെ ആ നോട്ടം നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി. പിന്നെ ഞാൻ ഒരാഴ്ചയോളം ഇത് മറന്നു പോണേ, ഞാൻ ഈ പറഞ്ഞത് ഉപ്പ ഓർക്കരുത് ലൈഫിൽ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാര്യം അത്രയും ഷോക്കായി പോയി. പക്ഷെ എനിക്ക് ഈ പെർഫോം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എനിക്കത് പെർഫോം ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. കാരണം ഞാൻ ഓരോ ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ബേസ് ഉണ്ട്, പക്ഷെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ സെറ്റ് ചെയ്യണമല്ല. ഇപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിലും സിംഗിൾ ആണെങ്കിലും ഒക്കെ ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്യണം. ആദ്യം ബേസ് കിട്ടിയിട്ടുണ്ട്, ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്ത് ഇതിനിടയിൽ മ്യൂസിക് വരുമ്പോൾ ഞാൻ ഓരോ സ്കിറ്റ് പോലെ ഓരോ പോർഷൻസ് ആഡ് ചെയ്യും ആക്ട് ചെയ്യാനുള്ള. അപ്പോൾ ചിലപ്പോൾ കരഞ്ഞിട്ട് അഭിനയിക്കുകയായിരിക്കും അങ്ങനെ. അപ്പോൾ പോരുന്നത് വരെ ഞങ്ങളുടെ ഗ്രൂപ്പിന് തന്നെ ഫസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ എന്നിട്ട് ഉപ്പയെ വിളിച്ചിട്ട് പോകും കാണാൻ. അപ്പോൾ കാണുമ്പോൾ ഉപ്പ പറയും ആ ഒരു പോർഷൻ എടുത്ത് പറയും നന്നായിട്ട് ചെയ്ത്, നീ നല്ല രസമായിട്ട് ചെയ്തെന്ന് പറയും. പക്ഷേ ലൈഫിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന ഫുൾ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് 10th കഴിഞ്ഞ ഉടനെ, എക്സാം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ഒരു ഓഫർ, ഉപ്പാടെ ഫ്രണ്ട് ജയകുമാർ അങ്കിൾ ക്യാമറ അസിസ്റ്റൻ്റ് ആയിരുന്നു അന്ന്, ഇന്നിപ്പോൾ ഇല്ല. അപ്പോൾ അങ്കിള് വിളിച്ചിട്ട് പറഞ്ഞു ഒരു മോളെ വേണം, ലേലം മൂവി സുരേഷേനെ നടക്കുക. അപ്പോൾ ഒത്തിരി കുട്ടികൾ വന്നു പോയി. അപ്പോൾ മോളെ അങ്കിളിനെ തന്നെ അറിയാം. അപ്പോൾ ചോദിച്ചപ്പോൾ ഉപ്പ പറഞ്ഞില്ല, വിടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഉപ്പ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത് എന്തിനാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. അന്നത്തെ ഒരു കണ്ണിൻ്റെ ഒരു എക്സ്പ്രഷനാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ എന്തിനാ എന്നോട് ചോദിച്ചതെന്നറിയില്ല, നിനക്ക് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ വിടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചാടി ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു കൊണ്ടുപോയി. ഇടക്കൊച്ചിയിലെ ഒരു വീട്ടിലായിരുന്നു വർക്ക്. അതുവരെ ഇല്ലായിരുന്നു ഒരു പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ഞാൻ ഉപ്പാടത്ത് പറഞ്ഞു ഇപ്പം നമുക്ക് വീട്ടിൽ തിരിച്ചു പോവാം. എന്ത് പറ്റി അന്വേഷിച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കോൺഫിഡൻസ് കിട്ടണില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞു. അല്ല അത് പറ്റില്ല, നമ്മളിവിടെ വന്നു ജോയിൻ ചെയ്തു, അവരോട് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നു ആരോ ഒരാൾ വന്ന് കണ്ട്. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം അളവെടുക്കുക. അപ്പോൾ അപ്പുറത്തൊരു 10-40 കുട്ടികൾ ഈ ക്യാരക്ടർ ചെയ്യാൻ വന്നത് അവരിയ്ക്കുന്നുണ്ട്. അപ്പോൾ അവർ നല്ല മേക്കപ്പ് ഒക്കെ ഭയങ്കര ഇതിൽ, ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഉപ്പാടത്ത് പറഞ്ഞു അവരൊക്കെ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്യും, അപ്പം നമ്മൾ എന്തായാലും രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ കോസ്റ്റ്യൂം അളവെടുക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തിനാ കോസ്റ്റ്യൂം അളവെടുക്കണേ? അപ്പോൾ ചിലപ്പോൾ സൈസൊക്കെ നോക്കാൻ എന്താ അറിയില്ല. അങ്ങനെ അളവെടുത്ത് കഴിഞ്ഞിട്ട് നാളെ പോരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ ഉപ്പാടത്ത് പറഞ്ഞു എനിക്ക് പറ്റില്ല. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആഗ്രഹം എനിക്ക് അപ്പോൾ ഇല്ല, എനിക്ക് വീട്ടിൽ പോകണമെന്ന്. പക്ഷെ ഷോട്ട് എടുത്ത് ഫസ്റ്റ് ഷോട്ട് ഇഷ്ടമായി. അങ്ങനെ എൻട്രി ചെയ്തു. പക്ഷെ അപ്പോഴും ഓരോ ദിവസം ഞാൻ ക്യാമറമാൻ്റെ അടുത്ത് ഓരോരുത്തരുടെ അടുത്ത് പറയണ്ടേ എന്നെ ഒന്നിതിൽ നിന്ന് ഒഴിവാക്കി തരുമോ, ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അത് കഴിഞ്ഞ് കാരുണ്യം പെട്ടെന്ന് ഓഫർ വന്നു. അപ്പോൾ ഞാൻ എടുത്തടിച്ച് പറഞ്ഞു ഞാൻ വരില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലൊരു അന്തരീക്ഷമൊക്കെ വേറെയാണ്, ഇത് ഭയങ്കര സോഷ്യലായിട്ടുള്ള അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പോവാതിരുന്നു. പക്ഷെ PN മണിച്ചേട്ടൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് മനുഷ്യനും തന്നെയാണ് ലേലം ചെയ്തതും കാരുണ്യം ചെയ്തതും. അങ്ങനെ എന്നെ ഇതുപോലെ വിളിച്ചു. ലോസാറിൻ്റെ അടുത്ത് ചെന്നു, മോളപ്പം നാളെ ചെയ്തു. എന്നെ വിളിച്ച ക്യാരക്ടർ ദിവ്യയുടെ അനിയത്തിയായിട്ടായിരുന്നു. പക്ഷേ സാർ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുപോയത് അങ്ങനെയാണെങ്കിലും സാർ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല, ജയറാമേൻ്റെ സിസ്റ്ററായിട്ടാണ്, ഇങ്ങനെ സുഖമില്ലാത്തൊരു കുട്ടിയായിട്ടാണ്. അത് കഴിഞ്ഞ് ഞാനൊരു 2-3 കുറച്ച് ഫിലിംസ് മാത്രമേ ഹീറോയിനായിട്ട് ചെയ്തുള്ളൂ. എനിക്ക് ഹീറോയിനായിട്ട് ചെയ്യുന്നേക്കാളും കുറച്ച് നല്ല ക്യാരക്ടറാണ് എങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആണ്. ഞാൻ ഹീറോയിനായിട്ട് ചെയ്തിട്ടില്ല എന്നല്ല, ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അതൊരു ഫൈറ്റാണ്. അങ്ങനെ എനിക്ക് കിട്ടിയ ഹീറോയിൻ വേഷങ്ങളെല്ലാം തന്നെ ഞാൻ ഇതൊന്നും അല്ല
എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എനിക്കും കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നത് മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അടിപൊളിയായിട്ട് അത് ചെയ്തു. ഇപ്പോൾ പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന കുറെ ക്യാരക്ടേഴ്സ് ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു വലിയ മിസ്സിംഗ് ഇല്ല എന്നാണ് എനിക്ക് ഞാൻ അങ്ങനെ ഔട്ടായിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നുന്നൊന്നുമില്ല. അതുപോലെ നവാസികയുടെ കാര്യം പറയുമ്പോഴും ആളുകൾക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഓർമ്മ വരുന്നത് കൊടകര 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 എന്നുള്ള സംഭവമാണ്. അതിന്റെ കുറിച്ചിട്ട്, അതായത് നമ്മൾ അന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മളത് കണ്ടു ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ ചേട്ടൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണോ ഈ കൊണകര കൊണകര എന്നുള്ളത്? കൊടകര ശരിക്ക് ഒരു അങ്ങനെ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതല്ല, നമ്മുടെ മിമിക്രിയിലൊക്കെ ഞങ്ങൾ പണ്ട് തമാശക്ക് പറഞ്ഞിരുന്ന ചില ക്യാരക്ടേഴ്സ് അതെ, അതിൽപ്പെട്ട ഒരു സംഭവമാണ് അത്. ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്നുള്ള പടം. അപ്പോൾ അത് ആദ്യം ഒരു 2 സീനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ അവർ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടനാണ് കുതിരവട്ടം പപ്പു. പുള്ളിയും നമ്മളും നിന്ന് കട്ടയ്ക്ക് നിന്ന് കളിക്കുന്നൊരു സംഭവമാണ്. കുണങ്ങനെ 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 അഞ്ഞേരി മഞ്ഞേരി കുഞ്ഞേരി കുഞ്ഞാണ് പേഞ്ഞാമൂഞ്ഞ് വഴി കുണങ്ങനെ 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 കുണ അല്ലേ മോനെ വണ്ടി എങ്ങനെ പോണ് വണ്ടി കുണങ്ങനെങ്കിൽ കുണങ്ങനെ 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 കുണ അല്ലേ ഇവിടേക്ക് വണ്ടി കുണങ്ങനെങ്കിൽ കൊണങ്ങനെ കുണങ്ങനെ 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 ഒന്ന് പെട്ടെന്ന് കയറി സമയം പോയി കുണങ്ങനെ 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 അല്ലേ എങ്ങനെ പോണെന്ന് പറഞ്ഞ് കൊണങ്ങനെ 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 അല്ല എങ്ങനെയാ തന്നെ അമ്മടെ നെഞ്ഞെത്തിക്ക് അമ്മയ്ക്ക് അതിങ്ങനെ കട്ടക്ക് നിൽക്കുന്ന സംഭവം. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് പിന്നെ അവിടെ നിന്ന്, അതായത് ആ സീൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചിരിച്ചു പോകും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തന്നെ ഒരു കയറ്റം കയറിയ ഒരു ഗംഭീര സീനായിരുന്നു. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ആ കോമ്പിനേഷനും നല്ല ടൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് കളർഫുൾ ആക്കാൻ നമുക്കൊരു പെർഫോമർ ഉണ്ട്. ഒരു മാപ്പിളപ്പാട്ട് കലാകാരിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ആ കുഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വിശേഷങ്ങളും പാട്ടും ഒക്കെ കേൾക്കാം. റെഡി? യെസ്. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു റൈഹാന മുത്തു. ഹായ് റൈഹാന മുത്തു, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റൈഹാന മുത്തു, നല്ല പേര്. മുത്തു എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാണോ? അല്ല, അത് ഉപ്പാടെ പേരാ. ഉപ്പാടെ പേര് മുത്തുന്നാ? അത് ശരി. മുത്തുന്ന് മാത്രമേ ഉള്ളൂ ഉപ്പാടെ പേര്? അബ്ദുൽ മുത്തു. അങ്ങനെ. എന്തായാലും റൈഹാന മുത്തു നമുക്ക് അറിയാം, ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുള്ള ഒരു പാട്ടുകാരിയാണ്, മാപ്പിളപ്പാട്ട് കലാകാരിയാണ്. ഒരുപാട് പാട്ടുകൾ ഇതിനോടകം ആളുകളുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് അല്ലേ? സോ ആൽബങ്ങളിലും പാടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മാപ്പിളപ്പാട്ട്, ഈ ഒരു കലാരംഗത്തെ ജേർണി എങ്ങനെയാണ്? എനിക്ക് ചെറുപ്പത്തിലെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉപ്പ പാട്ടുകാരനാണ്. ഇപ്പോൾ 4ാം ക്ലാസ് മുതൽ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് ഫസ്റ്റ് നേടിയിട്ടുണ്ട്. ആര് വഴിയാണ് ഈ പാട്ടിലേക്ക് എത്തിയത്? ഉപ്പ വഴി തന്നെയാണ്. ആദ്യം പഠിപ്പിച്ച പാട്ട് ഉപ്പ തന്നെയാണോ ആദ്യം പഠിപ്പിച്ചത്? അത് ശരി. അത് ഏത് പാട്ടാന്ന് ഓർമ്മയുണ്ടോ ഉപ്പ പഠിപ്പിച്ച ആദ്യം? ലൈല മജ്നു പറഞ്ഞിട്ടൊരു പാട്ട്, ഒരു മാപ്പിളപ്പാട്ട് തന്നെ. അത് ശരി. അത് നമുക്ക് വേണ്ടി 2 പേര് പാടും. ബദറുൽ മുനീറിന്റെ ചേലില് ബദറോളി ഒത്തവനാണവൻ, ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹറാലയും നീന്തി പോയവൻ, ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹറാലയും നീന്തി പോയവൻ, ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ. സ്കൂളിൽ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ഫ്രണ്ട്സ് എല്ലാവരും, സ്കൂളിൽ ഫാൻസ് ഒക്കെ ഉണ്ട്. കലോത്സവ വേദികളിലൊക്കെ ഒരുപാട്. അത് മാപ്പിളപ്പാട്ട് മാത്രമല്ലല്ലോ, എല്ലാം പാടും. എല്ലാം പാടും. ലളിതഗാനം, ക്ലാസിക്കല്, സിനിമാ പാട്ട് എല്ലാം പാടും. അത് ശരി. നമുക്ക് വേണ്ട ഒരു സിനിമാ പാട്ടും കൂടി, മാപ്പിളപ്പാട്ട് നമ്മൾ കേട്ടു, ഇനി ഏതെങ്കിലും ഒരു സിനിമാ പാട്ടും കൂടി ഒന്ന് കേൾക്കാം. മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ, നെറുകിൽ തൊട്ടു തലോടി കഥകൾ പാടിയുറക്കാൻ, വരുമോ ചാരേ നിന്നച്ഛൻ, പുതുകനവാൽ മഷിയെഴുതി മിഴികളിലാദ്യം ചിറകുകളെ കിലുകിലങ്ങും തരിവലയേന്തി, കുഞ്ഞി ചുണ്ടി പൊന്നും തേനും തന്നു മമ്മൂട്ടി
ക്യൂട്ട്. അച്ഛന് അതായത് ശരിക്കും അച്ഛനോടുള്ള ഇഷ്ടമൊക്കെ ആ പാട്ടിൽ ആ ഭാവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഫീലാണ്. ഭയങ്കരമായിട്ട് നമ്മൾ ആസ്വദിച്ചാണ് പാടുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലേ? നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോ പറയൂ, റെയ്ഹാനയുടെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ഞാൻ റെയ്ഹാനയുടെ ഉപ്പയാണ്. ഉപ്പയാണ്. അപ്പൊ ചേട്ടൻ പാട്ടൊക്കെ പാടുന്ന ആളാണെന്ന് പറഞ്ഞു. പാട്ട് പഠിപ്പിക്കുന്നത് റെയ്ഹാനെ മാത്രമേ അത് വേറെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുവോ? ഇല്ല, ഞാൻ മോളെ വേറെ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പാടുന്ന പാട്ടുകൾ കറപ്ഷൻ ചെയ്ത് കൊടുക്കും. മനസ്സിലായി. അപ്പൊ ചേട്ടന്റെ സമയത്ത് എങ്ങനെയാണ് ഈ സ്കൂൾ യുവജനോത്സവം അല്ലെങ്കിൽ കോളേജിലൊക്കെ ഒരു സ്റ്റാർ ആയിരുന്നോ? അതെ, ചെറുപ്പത്തിലേ ഞാൻ പാടി വന്നായിരുന്നു. അത് ശരി. ഇപ്പൊ വർക്ക് ചെയ്യാണോ? ഇപ്പൊ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പാട്ടും കലയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അമ്മയോ? സാജിറ. ഈ 4 മക്കളാണ്. രണ്ടുപേര് കേൾക്കണ്ടേ അല്ലേ? ശരി, കേൾക്കാതെ നവാസൊക്കെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് നമ്മള് വേണ്ടാന്ന് വെക്കുന്നില്ല. റെഡി? ബദറുൽ മുനീറിന്റെ ചേലിലെ ബദറോളി ഒത്തവനാണവൻ. ബദറുൽ മുനീറിന്റെ ചേലിലെ ബദറോളി ഒത്തവനാണവൻ. ബദിരീങ്ങളെ പെറ്റ നാട്ടില് ബഹറലയും നീന്തിപ്പോയവൻ. ബദിരീങ്ങളെ പെറ്റ നാട്ടില് ബഹറലയും നീന്തിപ്പോയവൻ. ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ. സൂപ്പർ. ഇതാരാണ് കൂടെ വന്നിരിക്കുന്നത്? ഇത് മാമയാണ്. മാമയാണ്, റെയ്ഹാനയുടെ മാമ. മാമയുടെ പേര് നസീർ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. സുഖം. ശരി. അപ്പൊ ഇനി റെയ്ഹാനയുടെ എന്തൊക്കെയാണ് ഇനി ആഗ്രഹങ്ങൾ? വലുതായിട്ട് എന്ത് ചെയ്യണം? എങ്ങനെ വേണം? പാട്ട് തന്നെയാണോ, വേറെ ജോലികളാണോ? എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ? പാട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ഗൾഫിൽ പോകണം. എവിടെ പോണം? പ്രോഗ്രാം ചെയ്യാൻ. അല്ലാണ്ട് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് സെറ്റിൽ ആവാൻ ഗൾഫിൽ. അങ്ങനെയല്ല. അല്ല, പാട്ട് പാടിയിട്ട് തിരിച്ചു വരും നമ്മള്. അത് ശരി. പിന്നെ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? കുഞ്ഞു അനിയത്തിമാരൊക്കെ? 3 അനിയത്തിമാര്. അവരൊക്കെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയോ റെയ്ഹാന? ഇല്ല, അവര് ഉപ്പ പഠിപ്പിക്കാൻ വിടും. 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ കൊണ്ടുപോകണം എല്ലാവരെയും. അത് ശരി. എന്തായാലും മോൾക്ക് ഗൾഫിൽ പോകണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ആഗ്രഹം ഈ ഒരു ഷോ കഴിയുമ്പോൾ തന്നെ, ടെലികാസ്റ്റ് കഴിയുമ്പോൾ തന്നെ ആരെങ്കിലും കണ്ടിട്ട് ഗൾഫിലൊരു ഷോ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. അകലെ അകലെ പള്ളി മിനാരം അഹദിൻ മദഹ് വാഴ്ത്തും നേരം തുടരുന്നു
ചേച്ചി എന്താ പറയാനുള്ള റെയ്ഹാന മുത്തുവിനോട്? ഫേസ് പോലെ തന്നെ ക്യൂട്ടാണ് ശരിക്കും ഒരു സങ്കടം വരണു കേൾക്കുമ്പോ, കണ്ണ് നിറയണു. അത്ര നന്നായി പാടി. ഇത്ര ചെറിയ ശരീരത്തിനാണോ വലിയ പാട്ട് വന്നത്? അതാ എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു. നല്ല രസമായിട്ട് അത് പാടി. വളരെ വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ റെയ്ഹാനെ പരിചയപ്പെടുത്താൻ റെഡ് കാർപ്പറ്റിന് സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനമുള്ളൊരു സമയമാണ്. അപ്പോൾ ഇനി ഒരു പാട്ടും കൂടി ഉണ്ടല്ലേ? യെസ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് റെയ്ഹാന കുട്ടിക്കൊരു സമ്മാനം നിങ്ങൾ തന്നെ കൊടുക്കണം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും ഒരുപാട് വേദികളിലും സ്വപ്നം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരാൻ സമയം ഉണ്ടാവാതെ തിരക്കുണ്ടാവട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ വന്നിട്ട് എല്ലാ രീതിയിലും നമ്മളെ ചിരിപ്പിച്ചു, ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത്. കാരണം വെച്ചാൽ എനിക്കൊണ്ട് ചാനൽ മലയാളത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള വനിതകളെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടൊരു പ്രോഗ്രാം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. എൻ്റെ ഇതിൻ്റെ പുറകിലുള്ള എല്ലാ സാരഥികൾക്കും എൻ്റെ നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. താങ്ക് യു. യെസ്. അപ്പോൾ റെയ്ഹാന, ഇനി റെയ്ഹാനയുടെ ഒരു പാട്ടോട് കൂടി നമ്മൾ ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. Till then, take care and bye bye. This is Red Carpet.